ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ സ്പൈക്കുട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും പാട്ടുകൾ പാടിക്കൊണ്ട് വരവേറ്റു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, വീട്ടിൽ വൃത്തി നോക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈക്കുട്ടൻ വന്നിട്ടുള്ളത്. വരുമ്പോൾ സ്പൈക്കുട്ടൻ പോകുന്ന വാതിലുകളെല്ലാം തുറന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും തുറന്നു കൊടുക്കേണ്ടത്. ഫസ്റ്റ് പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ പോയിട്ടുള്ള അഭ്യാസമാണ് ഈ കാണുന്നത്. പക്ഷെ കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്നുണ്ട്. നല്ല പാട്ടുകളാണ് പാടിക്കൊടുത്ത്. സ്പൈക്കട്ടിന് ഇഷ്ടമായി എന്ന് തോന്നുന്നു. എല്ലാവരും കിച്ചണിലേക്ക് സ്വാഗതം ചെയ്തു. കിച്ചണിൽ പോയിട്ടുള്ള അഭ്യാസമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. വരണം ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഇങ്ങനെ എല്ലാ സ്ഥലവും ഇടയ്ക്കിടയ്ക്ക് സ്പൈക്കുട്ടൻ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവർക്കും കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഞാൻ ഇപ്പോൾ ലൈവിൽ കണ്ട ഒരു സംഭവമാണ് കേട്ടോ അത്. എല്ലാവർക്കും സത്യത്തിൽ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട്. പേടിക്കണം, ഇവർ നന്നായി പേടിക്കണം. പേടിച്ചില്ലെങ്കിൽ ഇവരാരാ? ഇവർക്ക് തോന്നിയ പോലെയാണ്. കിച്ചണായാലും സംസാര രീതിയായാലും എല്ലാം വെറുപ്പിച്ചു കൊണ്ടാണ്. ഇതൊരു വലിയൊരു ഷോയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഷോയിൽ ഒരുപാട് ജനങ്ങളും മക്കളും അതുപോലെ വീട്ടുകാരും പ്രായമുള്ളവരും എല്ലാവരും കാണുന്നൊരു ഷോയാണ്. ഈ ഷോയിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് തെറി വാക്കുകൾ വരെ ഇവർ പറയുന്നുണ്ട്. എന്തിനാണ് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത്? ഇവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇവർക്ക് എന്തെല്ലാം നല്ല വാക്കുകൾ ഉപയോഗിക്കും. ഇവരൊക്കെ സ്റ്റാൻഡേർഡുള്ള ആളുകളാണ്, നല്ല വിവരവും ബുദ്ധിയുമുള്ള ആളുകളാണ്. എന്നിട്ടാണ് ഇവർ മോശമായ വേർഡുകൾ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. പട്ടി, സെപ്റ്റി ടാങ്ക്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ തെറികൾ പറയുന്നുണ്ട്. പോടാ പോടി, പിന്നെ വീട്ടിലുള്ളവരെയൊക്കെ പറയുന്നത്. ഇവർക്ക് പറ്റൂല്ലെങ്കിൽ ഇവർ കളിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. വലിയ സ്റ്റാൻഡേർഡ് ടീമുകളാണോ എല്ലാം. എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് ടീമുകളാണ്. ആരും അതിൽ സാധാരണക്കാരായിട്ടുള്ളവരില്ല. എല്ലാ വിവരവും വിദ്യാഭ്യാസം എല്ലാ മേഖലകളിലും അഭിനയ രംഗത്തും ഒക്കെയുള്ള ആളുകളാണ്. എന്നിട്ടാണ് ഇവർ ഇമ്മാരി തമ്മാടിത്തരം ബിഗ് ബോസ് വീട്ടിൽ പോയി കാണിക്കുന്നത്. ഇനി ആരൊക്കെ ഈ ആഴ്ച എവിക്റ്റ് ആവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിൽ കുറച്ച് ഗ്രൂപ്പിസമാണ് മെയിനായിട്ട് നടക്കുന്നത്. ഈ ഗ്രൂപ്പിസം വന്ന് ഒഴിവായാൽ തന്നെ ഈ ബിഗ് ബോസ് വീട് ഒരു നല്ലൊരു ഗെയിമായി മാറും. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിമാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കാണാം.